പിന്നെ സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സീറ്റുകളിൽ മത്സരിക്കുന്നു. ഇതെല്ലാം അപ്പോൾ കോൺഗ്രസിന്റെ പിടിവാശി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുമല്ലോ അല്ലെ? അതാത് സംസ്ഥാനങ്ങളിലെ അങ്ങനെ സാഹചര്യം വരാനുള്ള കാരണമുണ്ട്. കാരണം ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൾ എടുക്കുകയാണെങ്കിൽ തന്നെ 12 സീറ്റുകളിൽ ഈ പാർട്ടികൾ നേർക്കുനേരുണ്ട്. പ്രത്യേകിച്ച് CPM-നെതിരെ ആരും മത്സരിക്കുന്നില്ല, CPM-ML-നെതിരെ മത്സരിക്കുന്നില്ല. പക്ഷെ ബാക്കി എല്ലാ പാർട്ടികളും തമ്മിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. അതിൽ തന്നെ കോൺഗ്രസ് ആണ് RJD-ക്കെതിരെ മത്സരിക്കുന്നുണ്ട്, VIP-ക്കെതിരെ ചില സീറ്റുകളിൽ മത്സരിക്കുന്നുണ്ട്, CPI-ക്കെതിരെ 2 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നുണ്ട്. അങ്ങനെ കോൺഗ്രസുമായി തർക്കം രൂക്ഷമായിരുന്നു ഇത്തവണ. രാഹുൽ ഗാന്ധിക്ക് പോലും അതിർത്തി ഉണ്ടായിരുന്നു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ. കാരണം കഴിഞ്ഞ തവണ നേരിയ വോട്ടുകൾക്ക് തോറ്റ പലർക്കും സീറ്റ് നൽകിയില്ല, വലിയ മാർജിനിൽ തോറ്റ പലർക്കും സീറ്റ് നൽകി. അതിലൊക്കെ തന്നെ രാഹുൽ ഗാന്ധി അതിർത്തി പ്രകടിപ്പിച്ചിരുന്നു. കാരണം രാഹുൽ ഗാന്ധിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുന്നത് വോട്ടർ അധികാര യാത്രയിലൂടെ. അതിനുശേഷം പക്ഷേ ആ യാത്ര കഴിഞ്ഞ ശേഷം അദ്ദേഹം വരാത്തത് വലിയ ചർച്ചയായി, മാധ്യമങ്ങളൊക്കെ തന്നെ വലിയ വാർത്തയായി. ഏതാണ്ട് 1.5 മാസത്തോളം രാഹുൽ ഗാന്ധി ബീഹാറിലേക്ക് വന്നില്ല എന്നുള്ളത്. പക്ഷേ കോൺഗ്രസിന്റെ പ്രകടനം ഇത്തവണയും മോശമാണ്. മാത്രവുമല്ല ആ യാത്ര ഏതെങ്കിലും തരത്തിൽ ഇമ്പാക്ട് ചെയ്തു എന്നൊക്കെ തന്നെ പറയേണ്ട സമയമായിട്ടില്ലെങ്കിൽ പോലും തുടക്കത്തിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിന് മുന്നേറ്റം കഴിഞ്ഞ തവണത്തെ ഇതുപോലെ ഒരു മോശം പ്രകടനം, അതായത് 30% താഴെയാണ് കോൺഗ്രസിന്റെ സ്ട്രൈക്ക് റേറ്റ് കഴിഞ്ഞ തവണത്തേത്. അത്തരം പ്രകടനം തന്നെയാണ് ഇത്തവണയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. സ്ട്രൈക്ക് റേറ്റിൽ ഏറ്റവും പിന്നോക്കം പോകുമോ കോൺഗ്രസ് എന്നുള്ളതാണ്. വാശി പിടിച്ച് ഇത്രയും സീറ്റുകൾ നേടിയിട്ടും വളരെ ചുരുക്കം സീറ്റുകളിൽ ഇപ്പോൾ പക്ഷേ 14 സീറ്റുകളിലേക്ക് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. RJD 47. RJDക്കും വലിയ ലോസാണ് വരുന്നത്. കാരണം 143 സീറ്റുകളിൽ മത്സരിച്ച പാർട്ടിയാണ് RJD. അവിടെ നിന്നാണ് 47ലേക്ക് ചുരുങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ 75 സീറ്റുകൾ ജയിച്ച പാർട്ടി കൂടിയാണ് RJD. അപ്പോൾ കോൺഗ്രസിനെ മാത്രം കുറ്റപ്പെടുത്തുവാൻ കഴിയില്ല. RJDക്കും ഇത്രയും സീറ്റുകളിൽ മത്സരിച്ചിട്ടും ഇത്രയും സീറ്റുകളിൽ മാത്രമേ ലീഡ് നേടാൻ കഴിയുന്നുള്ളൂ. ഇടത് പാർട്ടികൾക്ക് മാത്രമാണ് കഴിഞ്ഞ തവണത്തെ പോലെ നില അല്ലെ അതേപോലെ തന്നെ തുടരാൻ കഴിയുന്നുള്ളൂ. പ്രത്യേകിച്ച് CPI-ML-ന് 7 സീറ്റിൽ ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ CPI-ML-ന് മത്സരിക്കാൻ നൽകിയിരുന്നു. 20 സീറ്റുകളിൽ CPI-ML അവിടെ മത്സരിക്കുന്നുണ്ട്. പക്ഷേ ഇടത് പാർട്ടികൾക്ക് അവരുടെ ഒരു ശക്തി നിലനിർത്തുവാൻ ബീഹാറിൽ അവരുടെ മാത്രമല്ല മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ ഇത് മത്സരം വേണ്ടി വന്നിട്ടുണ്ടല്ലോ. എങ്കിൽ പോലും അവിടെ അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ മഞ്ജുഷ്, ഇടതു പാർട്ടികളുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. CPM-ന് കഴിഞ്ഞ തവണത്തെ ഒരു പ്രകടനം ഈ ഘട്ടത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അവർ 7 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മറ്റ് പാർട്ടികളുമായി അല്ലെങ്കിൽ RJD-യുമായി അല്ലെങ്കിൽ കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് കോൺഗ്രസുമായി താരതമ്യം ചെയ്യുമ്പോൾ നല്ല പ്രകടനമാണ് ML-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അവർ 7 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. RJD-ക്ക് പക്ഷേ കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് വലിയ ക്ഷീണമാണ് സംഭവിച്ചിട്ടുള്ളത്. എക്സിറ്റ് പോളുകളൊക്കെ തന്നെ ആ സൂചന നൽകിയിരുന്നു. 50 മുതൽ 60 വരെയായിരിക്കും RJD-യുടെ പ്രകടനം. അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനമാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ RJD-യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിൽ തന്നെ നമുക്ക് കണക്കുകൾ തിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കൃത്യമായ സൂചന കിട്ടും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നാം ഘട്ടത്തിൽ ഇഞ്ചോടിഞ്ച് വന്നു. അതാണ് തെരഞ്ഞെടുപ്പ് മൊത്തത്തിൽ ഒരു ടൈറ്റ് ആകാൻ, ആ തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഒരു ടൈറ്റ് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ തവണ നോക്കുകയാണെങ്കിൽ ഒന്നാം ഘട്ടത്തിൽ 121 മണ്ഡലങ്ങൾ, അതിൽ 61 സീറ്റ് വിജയിക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ മഹാസഖ്യത്തിനായിരുന്നു. പക്ഷേ ഇത്തവണ കണക്കുകൾ നോക്കുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രത്യേകിച്ച് മഗധ് മേഖലയൊക്കെ തന്നെ കഴിഞ്ഞ തവണ വലിയ മുന്നേറ്റം RJD സഖ്യം നടത്തിയതാണ്. പക്ഷേ ഇത്തവണ അത്തരമൊരു മുന്നേറ്റം നടത്താൻ സഖ്യത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. ഫേസ് 1-ലെ ഒന്നാം ഘട്ടത്തിലെ കണക്കുകൾ നോക്കുമ്പോൾ അത്തരം സാഹചര്യങ്ങൾ അല്ല നൽകുന്നത്. കാരണം ഒന്നാം ഘട്ടത്തിൽ ഇത്തവണ JDU സഖ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഒന്നാം ഘട്ടത്തിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് 24 സീറ്റുകളുടെ കുറവുണ്ട് എന്നാണ് ഒന്നാം ഘട്ടത്തിലെ കണക്കുകൾ ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കുന്നത്. അത് കൃത്യമായ സന്ദേശമാണ്. അവർക്ക് അത്തരത്തിലൊരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞ തവണത്തേതുപോലെ കഴിഞ്ഞിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം മഗധ് അടക്കമുള്ള മേഖലകളിൽ വലിയ മുന്നേറ്റം കഴിഞ്ഞ തവണ നടത്തി. പ്രത്യേകിച്ച് പട്ന, തലസ്ഥാനമായ പട്നയിലെ 14 സീറ്റുകളുണ്ട്. അവിടെയും കൂടുതൽ സീറ്റുകൾ കഴിഞ്ഞ തവണ നേടിയത് മഹാസഖ്യമായിരുന്നു, ഇന്ത്യ സഖ്യമായിരുന്നു. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഒരു മുന്നേറ്റം നടത്താൻ ഒന്നാം ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടില്ല. അവിടെ തിരിച്ചുവരവ് നടത്താൻ JDU സഖ്യത്തിന് സാധിച്ചു. അതുതന്നെയാണ് ഈ തുടക്കത്തിലെ ഒരു കുതിപ്പിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ ഇപ്പോൾ പല റൗണ്ടുകളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിൽ പക്ഷേ കാണുന്നത് 62 സീറ്റുകളുടെ ലീഡ് മാത്രമാണ്. പക്ഷേ ഓരോ ബൂത്തിൽ നിന്നും കിട്ടുന്ന വിവരം അനുസരിച്ച് 223 സീറ്റുകളുടെ ലീഡ് ഇപ്പോൾ അറിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്നാണ് ഇത്രയും സീറ്റുകളിൽ ലീഡ് നേടുവാൻ NDAക്ക് കഴിഞ്ഞിട്ടുള്ളത്.
പറഞ്ഞല്ലോ 148 എന്നുള്ളത് വലിയ കണക്കാണ്. ഇതിൽ ഇനിയൊരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ചെറിയ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ഭരണം NDA ഉറപ്പിച്ചിട്ടുണ്ട്. ഭരണത്തിൽ തുടരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. മഞ്ജുഷ, എക്സിറ്റ് പോൾ ഫലങ്ങളെ പോലും കവച്ചു വെക്കുന്ന പ്രകടനം. ഒരുപക്ഷെ 150 മുകളിലേക്ക് പോലും NDAയുടെ സീറ്റ് നില പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നതാണ് പ്രേക്ഷകരോട് ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളുടെ ബീഹാറിലെ കൗണ്ടിംഗ് സ്റ്റേഷനുകളിൽ നിന്നുള്ള ഏറ്റവും ആധികാരികമായ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നത്. ഇതാ NDA 149 150ലേക്ക് അടുക്കുന്നു. ഒരു സീറ്റിൽ കൂടി മുന്നേറ്റം നടത്തിയാൽ 150 എന്ന ആ നമ്പറിലേക്ക് NDA എടുക്കുകയാണ്. എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും മറച്ചുവെക്കുന്ന കടത്തിവെട്ടുന്ന പ്രകടനം എന്ന് തന്നെ പറയാം. ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ പടയോട്ടം സമസ്ത മേഖലകളിലും, സീമാഞ്ചൽ പ്രദേശം മാറ്റി നിർത്തിയാൽ മഗധയിൽ, മിഥിലയിൽ, ഭോജ്പൂരിൽ ഉൾപ്പെടെ സമസ്ത മേഖലയിൽ സീമാഞ്ചലിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. സീമാഞ്ചൽ ഈ ഒവൈസിയുടെ പാർട്ടി വന്ന് വോട്ട് കട്ടർ ആയത് അത് കൂടുതലും സഹായം കിട്ടിയിരിക്കുന്ന NDAക്കാണ്. പക്ഷേ ഒവൈസിയുടെ പാർട്ടിക്ക് കഴിഞ്ഞ തവണത്തെ പോലെ 5 സീറ്റുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 3 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. BJPയുടെ ബി ടീം എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തു പോകുമ്പോൾ അത് അനുകൂലമാകുന്നത് BJPക്ക് എന്ന ഒരു പൊതു വിലയിരുത്തലുണ്ട്. എങ്കിൽ ഇത്തവണ അത് ശരിവെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. സീമാഞ്ചലിലും കഴിഞ്ഞ തവണത്തേതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇക്കുറി NDAയുടെ മുന്നേറ്റം തന്നെയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ മഞ്ജുഷ, ഏതാണ്ട് ബീഹാർ തൂത്തുവാരുന്ന ഒരു ക്ലീൻ സ്വീപ്പിലേക്ക് NDA പോകുന്നു എന്ന് വേണമല്ലോ മനസ്സിലാക്കാൻ. നാണക്കേടിൽ നിന്ന് കോൺഗ്രസിന് മുക്തി കിട്ടും എന്ന് തോന്നുന്നു. സ്ട്രൈക്ക് റേറ്റ് കുറവാണ് എങ്കിൽ പോലും ഇടത് പാർട്ടികളെക്കാൾ മുന്നിലെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കോൺഗ്രസിന് കഴിയും. നേരത്തെ തുല്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ 16 സീറ്റുകളിലേക്ക് ലീഡ് നില ഉയർത്തുവാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടുണ്ട്. ഇടത് പാർട്ടികൾക്ക് 9 സീറ്റുകളിലെ ലീഡുള്ളൂ. ഒരേ മുന്നണിയിൽ നിന്നാണ് മത്സരിച്ചത് എങ്കിൽ പോലും ഇടത് പാർട്ടികൾക്ക് അവിടെ കോൺഗ്രസിനേക്കാൾ ലീഡ് കിട്ടിയാൽ അത് കേരളത്തിൽ വലിയ രീതിയിൽ അത് ചർച്ചാ വിഷയമായനെ. ഇവിടെ കോൺഗ്രസിന് വലിയ നാണക്കേടായനെ. കോൺഗ്രസ് 17 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. ഇടത് പാർട്ടികൾ 9 സീറ്റുകളിലും ലീഡ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും ഒരേ മുന്നണിയിലാണ് എന്ന കാര്യം ഓർക്കണം. അവിടെ കോൺഗ്രസും ഇടത് പാർട്ടികളും ഏതാണ്ട് ഒരേ രീതിയിലായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്, ഒരേ മുന്നണിയിൽ. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിന് ആശ്വാസം. 17 സീറ്റുകളിൽ കോൺഗ്രസിന്റെ ലീഡ് ഉയർന്നിട്ടുണ്ട്. നേരത്തെ ഡബിൾ ഫിഗർ വരാൻ കുറച്ച് സമയം എടുത്തിരുന്നു. ഇപ്പോൾ 17 സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തു. 2020 ഒരുപക്ഷെ അധികാരത്തിലേറാൻ ഏറ്റവും സുവർണാവസരം ഉണ്ടായിരുന്നത് കോൺഗ്രസ് ആയിരുന്നു കളഞ്ഞു കുളിച്ചത്. എങ്കിൽ ഇത്തവണ കോൺഗ്രസ് 17 സീറ്റുകളിൽ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ RJD 48ലേക്ക് ഇടിയുന്നു എന്നതാണ് ഇത്തവണയും മഹാസഖ്യത്തിന് ഒരു തിരിച്ചുവരവല്ല, മഹാസഖ്യം മഹാതോൽവിയിലേക്ക് എന്ന സൂചനയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോഴും 150 എന്ന സംഖ്യയിലേക്ക് NDA എത്തുകയും ചെയ്തിട്ടില്ല. 149 സീറ്റുകളിൽ ഇപ്പോഴും NDAയുടെ ലീഡ് തുടരുമ്പോൾ മറുഭാഗത്ത് മഹാഗഡ്ബന്ധൻ 79 സീറ്റുകളിലേക്ക്. അവിടെ മഞ്ജുഷ എടുത്തു പറയേണ്ടത് ഒരേ ഒരു എക്സിറ്റ് പോൾ, ആ എക്സിറ്റ് പോൾ ഒഴിച്ചു നിർത്തിയാൽ 100 സീറ്റ് 108 സീറ്റ് എന്നതൊക്കെ മാക്സിമം ആയിരുന്നു മഹാഗഡ്ബന്ധന് പ്രവചിച്ചിരുന്നത്. പക്ഷേ 100ലേക്ക് അടുക്കാൻ പോലും ഈ ഘട്ടത്തിൽ മഹാഗഡ്ബന്ധന് സാധിക്കുന്നില്ല. 150 എന്ന ഫിഗറിലേക്ക് എത്തുവാൻ NDAക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ BJP 150 മറികടന്നിരിക്കുന്നു. 151 സീറ്റുകളിൽ ഇപ്പോൾ NDA മുന്നിട്ട് നിൽക്കുകയാണ്. 151 മഞ്ജുഷ്, 151. പക്ഷേ മറുവശത്ത് വെറും 74, അതായത് പകുതി സീറ്റുകൾ പോലും, NDAക്ക് കിട്ടിയ പകുതി സീറ്റുകൾ പോലും ലീഡ് നേടുവാൻ ഇപ്പോൾ മഹാസഖ്യത്തിന് കഴിയുന്നില്ല എന്നത് വലിയ നാണക്കേടാണ്. അതിൽ തന്നെ RJDയുടെ ഒറ്റക്കരുത്തിലാണ്. പക്ഷേ കോൺഗ്രസിന് ഇപ്പോൾ 17 സീറ്റുകളിൽ ലീഡ് നേടാൻ ഉണ്ട് എന്നുള്ളത് നാണക്കേട് ഒഴിവാക്കാൻ കഴിയും. NDA 152, അതിൽ BJP ആണ് ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ തവണ JDUവിന് 43 സീറ്റുകൾ മാത്രമായിരുന്നു കിട്ടിയത്. പക്ഷേ ഇത്തവണ അവർ 60 കടക്കും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്.